ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ റെസിപ്പി കൊണ്ടാണ്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നിങ്ങളവിടെ ഉണ്ടാവും, മക്രോണിയാണ്. ഇപ്പോൾ ഏതായാലും ലോക്ക്ഡൗൺ സമയമാണ്, കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കുട്ടികൾക്ക് കൊടുത്തു നോക്കുക, അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് നമ്മുടെ മക്രോണി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മക്രോണിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കുക. കുറഞ്ഞ എമൗണ്ടിലേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് വെള്ളം തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കാരണം നമ്മൾ മക്രോണി വേവിക്കുന്ന സമയത്ത് മക്രോണി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഓയിൽ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വെള്ളം നന്നായിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്നും പറയേണ്ട പോലെ തന്നെയാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ നമ്മുടെ മക്രോണി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് നിങ്ങൾ മക്രോണി ഇടുക. ഓക്കെ, ഇനി ഇത് നമുക്കൊന്ന് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 6 മിനിറ്റ് ആയപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് നന്നായിട്ട് വേവേണ്ട ആവശ്യമില്ല, ഒരു ഹാഫ് വേവ് അത്രയും മതി. എന്നാലേ നമ്മൾ അതിൻ്റെ ഒരു ക്രിസ്പിനെസ്സിന് ഇതിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 6 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഇത് ഓഫ് ചെയ്ത് ഇനി ഇതിൻ്റെ വെള്ളം കളയാൻ വേണ്ടിയിട്ട് നമുക്കിത് ഒരു അരിപ്പിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മളിതിൽ ഓയിൽ ചേർത്തുകൊണ്ട് ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തണുത്ത വെള്ളമാണ് ഒഴിച്ചെടുക്കാൻ പോകുന്നത്. ഇനി നന്നായിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അടുത്ത സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിലേക്കുള്ള മസാല റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ മാഗി മസാലയാണ്. നമ്മൾ മാഗി വാങ്ങുന്ന സമയത്ത് അതിൻ്റെ കൂടെ കിട്ടുന്ന മസാലയാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ഞാൻ മിക്സാക്കി കൊടുക്കുകയാണ്. ഇതിൽ മാഗി മസാല ഒക്കെ ഓപ്ഷണലാണ്. നമ്മുടെ ഐഡിയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട മസാല ഇതിലേക്ക് ചേർക്കാം. ഇനി വെറും മുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ടും ഇത് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മക്രോണി പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാനിതുപോലെ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ മക്രോണി ഇതിൽ കുറച്ചായിട്ടിട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളിത് ഇളക്കാൻ പോകരുത്. 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ഇളക്കാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒട്ടിപ്പിടിക്കും. പിന്നെ നന്നായിട്ട് വെന്ത മക്രോണി ആണെന്നുണ്ടെങ്കിലൊക്കെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് ഒന്നത് പൊരിഞ്ഞ് വരുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് അത്യാവശ്യം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അല്ലാതെ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇളക്കി കൊടുക്കരുത്, ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മുടെ മക്രോണി ഇവിടെ നന്നായിട്ട് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഞാൻ അത് കോരിയെടുക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ മക്രോണി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ എരിവിനനുസരിച്ചിട്ടൊക്കെ വേണം നിങ്ങൾ ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങളിത് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപ്പ് കുറവാണ് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ മക്രോണി കുർക്കുറെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. നിങ്ങളെ കുട്ടികൾക്കൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് കൊടുക്കുക, ഉണ്ടാക്കി കൊടുക്കുക. അവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഏതായാലും ഫ്രീ ടൈമല്ലേ, അവരൊക്കെ കഴിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കുർക്കുറെ മക്രോണി. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.